ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് നമ്മളിൽ പലർക്കും പരിമിതമാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എന്നെക്കൊണ്ടാവും വിധം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശമാണ് ഉള്ളത്. സാധാരണയായി ഒരു വണ്ടി മറ്റൊരു വണ്ടിയുമായി കൂട്ടിയിടിച്ച് എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താവും ചെയ്യുക? എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വാഹനം ഒരു സെഡാൻ കാർ ആണ്. ആ വാഹനം ഒരു ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ അതിൻ്റെ പുറകു സൈഡിൽ ഒരു സ്വകാര്യ ബസ് വന്നിടിക്കുകയും അതിന് സാരമായി പരിക്ക് പറ്റുകയും ചെയ്തു. പോലീസ് പെട്രോളിംഗ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതിനാൽ പോലീസ് വണ്ടി അവിടെ ഉടൻ തന്നെ എത്തുകയും രണ്ട് വണ്ടിയോടും എൻ്റെ വാഹനവും പ്രൈവറ്റ് ബസ്സും എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതുപ്രകാരം ഞങ്ങൾ ഈ വാഹനവുമായി പോകുന്ന വഴിയിലാണ് ഈ വാഹനത്തിൻ്റെ സർവീസ് സെൻറ്ററും ഷോറൂമും ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആ സർവീസ് സെൻറ്ററിൽ കയറി ഏകദേശം എത്ര രൂപയാവും എൻ്റെ ഈ കാർ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടത് എന്നൊന്ന് ഒരു എൻക്വയറി നടത്തുകയുണ്ടായി. അവർ പറഞ്ഞത് 66,000 രൂപയാണ്. അന്നത്തെ കണക്ക് പ്രകാരം 66,000 രൂപ ഈ കാർ നന്നാക്കാൻ അത്ര രൂപയാകുമെന്നാണ് അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും നമ്മുടെ വാഹനത്തിൻ്റെ പുറകിലാണ് ഈ ബസ് വന്ന് ഇടിച്ചതിനാൽ തീർച്ചയായിട്ടും കുറ്റക്കാർ ഒരു പരിധിവരെ ഈ സ്വകാര്യ ബസ് തന്നെയായിരുന്നു. അത് അവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. എന്നിരുന്നാലും ചർച്ചകൾക്കൊടുവിൽ അവർ നമ്മൾക്ക് തരാമെന്ന് സമ്മതിച്ച തുക 3,500 രൂപയാണ്. 3,500 രൂപ എന്ന് പറയുമ്പോൾ 66,000 രൂപയുടെ പണി വരുന്ന ഒരു വണ്ടിക്ക് തീർത്തും കുറവ് തന്നെയാണ്. എന്നിരുന്നാലും അന്ന് എൻ്റെ വാഹനത്തിൻ്റെ പഴക്കം 1 വർഷത്തിൽ താഴെയായിരുന്നു. അതിൻ്റെ ഇൻഷുറൻസ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസുമായിരുന്നു. അപ്പോൾ നമ്മൾക്ക് എൻ്റെ ഈ വാഹനം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ 1000 രൂപയായിരുന്നു നമുക്ക് അന്നത്തെ മുടക്ക്. പിന്നെ അടുത്ത വർഷം ഈ റിന്യൂവലിൻ്റെ ടൈം ആകുമ്പോൾ നോ ക്ലെയിം ബോണസ് ലഭിക്കുകയില്ല. അപ്പോൾ ഏകദേശം 3,500 രൂപയ്ക്കുള്ളിൽ നമുക്ക് നഷ്ടങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് തീർക്കാൻ പറ്റുമായിരുന്നു അന്ന്. അതിനാൽ തന്നെ നമ്മൾ ആ 3,500 രൂപ അംഗീകരിച്ച് ആ കോംപ്രമൈസ് നമ്മളവിടെ തീർക്കുകയാണ് ചെയ്തത്. പക്ഷേ പിറ്റേ ദിവസം അന്നൊരു ശനിയാഴ്ചയായിരുന്നു, പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. അപ്പോൾ ബസ്സിൻ്റെ ട്രിപ്പുകൾ മുടങ്ങുമായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂട്ടി ചോദിച്ചിരുന്നെങ്കിലും അവർ തന്നേനെ. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ആ 3,500 സ്വീകരിക്കുകയായിരുന്നു നമ്മുടെ അന്നത്തെ ഒരു സാഹചര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് എൻ്റെ അന്നത്തെ ഒരു സംഭവമാണ്. എന്നാൽ ഇതായിരിക്കുകയല്ല നിങ്ങളുടെ പലരുടെയും സാഹചര്യം. ഒരു വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ വാഹനത്തിലുള്ള ആൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിലുള്ള ആൾക്ക് സാരമായി പരിക്ക് പറ്റുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. അപ്പോഴൊക്കെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ആദ്യമായി തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, എവിടെയാണോ വാഹനം അപകടത്തിൽപ്പെട്ടത്, ഈ അപകടത്തിൽപ്പെട്ട വാഹനം എവിടെയാണോ ഈ സ്ഥലം സംഭവിച്ചത് അതിനുള്ള അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഉടൻ തന്നെ അറിയിക്കുക എന്നാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോണും ഇപ്പോഴത്തെ ഫോണുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോസ് എടുത്ത് വെക്കുക. പിന്നെ ഈ വാഹനത്തിലുള്ളവർക്ക് എന്തെങ്കിലും പരിക്കുകളുണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്, അതായത് നിങ്ങളൊരു വാലിഡ് ഡ്രൈവറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും വിമുഖത കാട്ടിയാൽ നിങ്ങളുടെ പേരിൽ അതിന് കേസെടുക്കാൻ തന്നെ പ്രൊവിഷനുണ്ട്. അതൊരു പണിഷബിൾ ഒഫൻസ് തന്നെയാണ് നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ല എന്ന് ഉള്ളത്. അതിനുശേഷമാണ് ഇൻഷുറൻസിൻ്റെ പ്രൊസീജിയറിലേക്ക് കിടക്കേണ്ടത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇൻഷുറൻസ് കമ്പനിയെ അതിന് ശേഷം അറിയിക്കുക. അവർ ക്ലെയിം ഇനിഷ്യേറ്റ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇനി ഈ വാഹനം അപകടത്തിൽപ്പെട്ടതിന് ശേഷം ഈ മറ്റൊരു വാഹനവുമായി ഒരു കോംപ്രമൈസ് ചർച്ചകളൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ അപകടം ഒരു കേസിലേക്ക് വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. ഈ കേസിന് പോയാലുള്ളൊരു ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസ് തീരാനായിട്ട് സമയം ധാരാളമായി എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇൻഷുറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉടമസ്ഥന് ഒരു ലാഭം നേടിക്കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ ഉടമസ്ഥൻ്റെ നഷ്ടം കുറയ്ക്കുക അല്ലെങ്കിൽ നഷ്ടം നികത്തുക എന്നതാണ് ഇൻഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1988 ഈ MVD ആക്ട് സ്ഥാപിതമാകുന്നത്. അതിനുശേഷം പല ഭേദഗതികളും വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഈ 2019 വന്ന ഭേദഗതികളാണ് അനേകം മാറ്റങ്ങൾക്ക് ഇപ്പോൾ കാരണമായിട്ടുള്ളത്.
പക്ഷേ സങ്കടകരമായൊരു കാര്യം, പല സംസ്ഥാനങ്ങളും, കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ഈ ഭേദഗതികൾ പ്രവൃത്തിയിൽ കൊണ്ടുവന്നിട്ടില്ല. ഉടനെ തന്നെ അതെല്ലാം പ്രവൃത്തിയിൽ വരുമെന്നാണ് നാം കരുതുന്നത്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ഈ ക്ലെയിം പ്രോസസ്സ്, നഷ്ടപരിഹാരം, വിക്ടിമിന് നഷ്ടപരിഹാരം കിട്ടുക എന്നുള്ള പ്രോസസ്സെല്ലാം ഇപ്പോൾ ഭയങ്കര താമസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. കോടതി പ്രൊസീജിയറും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇതെല്ലാം ഒന്ന് ഒരു സ്പീഡപ്പ് ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അമെൻമെൻറ്റ്സ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറേയേറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന കുറച്ച് സെക്ഷൻസ്, അതിൻ്റെ എന്താണ് ആ സെക്ഷൻസ് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നതാണ്. ചില സെക്ഷൻസ് അതിനകത്ത് കൊടുത്തിരിക്കുന്നതിൽ ചേഞ്ചസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ചില പുതിയ സെക്ഷൻസും ഈ MVD ആക്റ്റിൽ 2019 ഭേദഗതി വരുത്തിയിട്ടുണ്ട്. സെക്ഷൻ 161 ഹിറ്റ് ആൻഡ് റൺ, അതായത് വണ്ടി ഇടിച്ചിട്ട് പോകുന്ന ഒത്തിരിയേറെ കേസുകൾ നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ മരണപ്പെടുന്ന ആൾക്ക് ഉടൻ തന്നെ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരവും, ഇഞ്ചുവേർഡ് അല്ലെങ്കിൽ പരിക്ക് പറ്റുന്ന ആൾക്ക് ഉടൻ തന്നെ 50,000 രൂപ നഷ്ടപരിഹാരവും കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനി ബാധ്യസ്ഥരാണ്. നേരത്തെ അതങ്ങനെ ആയിരുന്നില്ല, എമൗണ്ട് തീർത്തും കുറവായിരുന്നു. പക്ഷേ ഈ സെക്ഷൻ 161 പ്രകാരം 2 ലക്ഷം രൂപ മരണപ്പെടുന്നയാൾക്കും 50,000 രൂപ ഇഞ്ചുവേർഡ് പറ്റുന്നയാൾക്കും, അതായത് ഇഞ്ചുറി സാരമായ പരിക്ക് പറ്റുന്നയാൾക്കും കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനി ബാധ്യസ്ഥരാണ്. സെക്ഷൻ 162 പറയുന്നത് ഗോൾഡൻ അവർ ട്രീറ്റ്മെൻറ്റ്, അതായത് ഒരു വ്യക്തിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു, അയാളെ ഉടൻ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആദ്യത്തെ 1 മണിക്കൂറിൽ കൊടുക്കേണ്ട ചികിത്സ തികച്ചും സൗജന്യമാണ്, അത് ക്യാഷ്ലെസ് ആയിരിക്കണം എന്നതാണ്. സെക്ഷൻ 134A, അതായത് ഈ അപകടത്തിൽപ്പെട്ട വ്യക്തിയെ ആശുപത്രിയിൽ കൊണ്ടെത്തിക്കുന്നയാൾക്ക് ഒരു ലീഗൽ ഹരാസ്മെൻറ്റും പാടുള്ളതല്ല. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വാർത്തയാണ്, അപകടത്തിൽ പെട്ട ആളെ കൊണ്ടുചെന്നയാൾക്ക് കേസിൻ്റെ നൂലാമാലകളിൽപ്പെട്ട് സമയം കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്നാൽ സെക്ഷൻ 134A പ്രകാരം ഈ കൊണ്ടു ചെല്ലുന്നയാൾക്ക് ഒരു കാരണവശാലും ഒരു ലീഗൽ ഹരാസ്മെൻറ്റും നേരിടാനുള്ള അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് സെക്ഷൻ 136A ആണ്, അതായത് ഇലക്ട്രോണിക് മോണിറ്ററി ഫങ്ഷൻസ്. അതായത് നമ്മളിപ്പോൾ പലപ്പോഴും കേൾക്കുന്നതാണ്, പല സ്ഥലങ്ങളിലും ക്യാമറ വെച്ച് AI ക്യാമറകൾ അവിടെ ഇവിടെയെല്ലാം സ്ഥാപിക്കുന്നു. അത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് കരുതുന്നത്. ചിലപ്പോൾ ഇനി ഭാവിയിൽ നമ്മുടെ വണ്ടിയിലും ഡാഷ് ബോർഡ് ക്യാമറ നിർബന്ധമാക്കാനുള്ള സാഹചര്യങ്ങൾ വന്നുകൂടായില്ല. അതാണ് ഈ സെക്ഷൻ കൊണ്ട് വ്യക്തമാക്കുന്നത്. നമ്മുടെ AI ക്യാമറ പോലെയുള്ള എല്ലായിടത്തും ക്യാമറ, അതായത് ഒരു അപകടത്തെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ക്യാമറ സ്ഥാപിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അടുത്ത സെക്ഷൻ 166. സെക്ഷൻ 166 പറയുന്നത് 6 മാസത്തിനുള്ളിൽ തന്നെ ക്ലെയിം ഇനീഷ്യേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. 6 മാസത്തിന് ശേഷമാണെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ ക്ലെയിം ഇനീഷ്യേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല, അതിന് സാധിക്കുകയുമില്ല. ഈ MVD ആക്ട് സ്റ്റാർട്ടിങ്ങിൽ അത് ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് അതൊരു 94 അമെൻമെൻറ്റിൽ അത് എടുത്തു കളഞ്ഞു. പക്ഷേ അത് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. 166 പ്രകാരം 6 മാസത്തിനുള്ളിൽ തന്നെ ക്ലെയിം ഇനീഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തത് 159. സെക്ഷൻ 159 പറയുന്നത് ഡീറ്റെയിൽഡ് ആക്സിഡൻറ്റ് റിപ്പോർട്ട്, അതായത് അത് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ലഭിക്കേണ്ടതാണ്. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അറിയിക്കുകയും 48 മണിക്കൂറിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് FIR ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടതാണ്. ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഇൻഷുറൻസ് കമ്പനി ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസറെ ഇതിനു വേണ്ടി നിയോഗിക്കുകയും ആ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഉടൻ തന്നെ, അതായത് 30 ദിവസത്തിനുള്ളിൽ സെക്ഷൻ 149 പ്രകാരം MACT കോടതിക്ക് റിപ്പോർട്ട് നൽകേണ്ടതാണ്. അതിൻ്റെ ബേസിലായിരിക്കും MACT കോടതി കോമ്പൻസേഷൻ വിധിക്കുന്നത്. സെക്ഷൻ 170 പറയുന്നത് ചില സന്ദർഭങ്ങളിൽ ഈ ആക്സിഡൻറ്റുകൾ കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് 2 ഉടമകൾക്കും കോംപ്രമൈസ് ചർച്ചകളിലെല്ലാം പരാജയപ്പെട്ടാൽ കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കോടതിയിൽ ചെന്ന് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ ഉടമകൾ ഹാജരാവാതിരിക്കുകയും ഈ കേസ് അനന്തമായി നീണ്ടുപോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ട് സെക്ഷൻ 170 പ്രകാരം ഇൻഷുറൻസ് കമ്പനിക്ക് തന്നെ ആ വണ്ടിയുടെ ഓണർ ആയി തീർന്നുകൊണ്ട് ഇതിനുള്ള കോമ്പൻസേഷൻ ഈ വിക്ടിമിന് കൊടുക്കാവുന്നതാണ്. ആരാണോ ഇതിന് യഥാർത്ഥ വിക്ടിം അവർക്ക് ഈ ഇൻഷുറൻസ് കമ്പനി തന്നെ കോമ്പൻസേഷൻ കൊടുക്കണം. ഈ ഓണർ ഹാജരായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഇൻഷുറൻസ് കമ്പനികൾക്ക് ഈ ഓണറുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പോളിസിയിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ഓണറുടെ കയ്യിൽ നിന്ന് റവന്യൂ റിക്കവറിയിൽ കൂടിയോ എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങളിൽ കൂടിയോ ആ പൈസ തിരിച്ചു പിടിക്കാനുള്ള പ്രൊവിഷൻസും ഉണ്ട്. സെക്ഷൻ 164 പ്രകാരം
ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ 5 ലക്ഷം രൂപ മരണപ്പെട്ട ആൾക്ക്, പരിക്ക് പറ്റുകയാണെങ്കിൽ 2 ലക്ഷം രൂപ ഉടൻ തന്നെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 ഭേദഗതി ആയിട്ടുണ്ടെങ്കിൽ കൂടി ഇത് പ്രവൃത്തിയിൽ എത്തിത്തുടങ്ങിയിട്ടില്ല. ചിലപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഇത് പ്രവർത്തിച്ചു തുടങ്ങിയേക്കാം. ഇൻഷുറൻസ് സംബന്ധമായ എന്തെങ്കിലും സേവനങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എന്തെങ്കിലും ഇൻഷുറൻസ് പുതുക്കുകയോ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ എടുക്കാൻ സമയത്തുള്ള ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾക്കോ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.